ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. പതിവ് പോലെ ദാ ഇപ്പോഴും ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ സമ്മർ സെയിൽ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്, 7-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യണ്ട, നല്ല അടിപൊളി ഓഫേഴ്സാണ് നടക്കുന്നത്. ചിലതൊക്കെ പകുതി റേറ്റ്, ചിലതിനൊക്കെ 100 രൂപ കുറവ്, 50 രൂപ കുറവ്, അങ്ങനെയൊക്കെ ഭയങ്കര എന്തായാലും റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം, അയ്യോ അപ്പോൾ മേടിക്കുന്നതിനേക്കാളും ഭേദം ഇപ്പോൾ മേടിക്കേണ്ടതായിരുന്നു. ചില പ്രോഡക്റ്റൊക്കെ ഇല്ലേ 100 വരെ വ്യത്യാസങ്ങൾ, 50 രൂപ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രോഡക്റ്റിന് നമുക്ക് 50-100 വെച്ച് കിട്ടുമ്പോൾ ഒരു ഡ്രസ്സ് കൂടി കൂടുതൽ മേടിക്കാമല്ലോ. പക്ഷെ സാരില്ല, എന്തായാലും കയ്യിലിരിക്കട്ടെ. എന്തായാലും നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സൊക്കെയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. പിന്നെ ആമസോണിൽ ഇത് സെയിൽ എന്ന് പറയുന്നത് ഒരു 1-1.5 സെയിലാണ് കേട്ടോ നടക്കുന്നത്. ഫാഷൻ കാറ്റഗറിയിലാണെങ്കിലോ 50% തൊട്ടെന്ന് വെച്ചാൽ 50% തൊട്ട് 80% വരെ ഓഫ് നടക്കുന്നുണ്ട്. അതും ആമസോൺ എന്നൊക്കെ പറയുമ്പോൾ ഫാഷൻ കാറ്റഗറിയിൽ അയ്യോ 3 lakh പ്ലസ് സ്റ്റൈൽസ് തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതും ടോപ്പ് ബ്രാൻഡ്സ് വരെ നമുക്കതിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ടോപ്പ് ബ്രാൻഡ്സ് ഒരു 1000-1500 ടോപ്പ് ബ്രാൻഡുകൾ വരെ നമുക്ക് ആമസോണിൽ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമ്മുടെ സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ ആദ്യം പിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന കുർത്തീസ് അല്ല കേട്ടോ. ഒക്കെ നമുക്ക് 1 പീസായിട്ട് ഒരു മിനി ഡ്രസ്സ് പോലെ അല്ലെങ്കിൽ 3/4 അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇപ്പോൾ സമ്മറല്ലേ, കുർത്തീസും പാൻറ്റും ഒക്കെ വലിച്ചു കയറ്റി വരുമ്പോഴേക്കും ഒരു പരിവാവും. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുമ്പോൾ 1-1.5 ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോൾ സമ്മറിന് സെയിൽ അത് അടിപൊളിയായിട്ട് മുതലാക്കാൻ നല്ല നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറയണത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോണിൽ നല്ല നല്ല ടോപ്പ് ബ്രാൻഡ്സ് വരെ കിട്ടുന്നുണ്ട്. അതിൽ വാൻ ഹുസൈൻ ബ്രാൻഡിൻ്റെ ഒരു മിഡി പോലത്തെ ഡ്രസ്സ്, മിഡി എന്ന് പറയുക ഒരു ആങ്കിൾ ലെങ്ത് പോലത്തെ, ഇത് ഗ്രീൻ കളറാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിൻ സോളിഡ് കളറാണ് വരുന്നത്. പ്ലെയിൻ ഗ്രീൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു കോളർ ടൈപ്പായിട്ട്, പിന്നെ ഒരു ചെറിയ വി കട്ട്, പിന്നെ കാണുന്നത് മൊത്തം ബട്ടൺസ് ആണ്. പക്ഷേ ഈ ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഫിക്സ്. ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. ഞാൻ പക്ഷെ അങ്ങനെ തന്നെ മുകളിൽക്കൂടെ ഇട്ടത് കേട്ടോ. ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ മുകളിൽക്കൂടെ ഇടുക ചെയ്തത്. അപ്പോൾ അത് കാരണം ഉരുണ്ടോ വേണ്ടെന്നുള്ളത് അങ്ങനെയൊന്നും നോക്കില്ല. പക്ഷെ ഇട്ട് വന്നപ്പോൾ അല്ലേ ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ റിങ്കിൾ മെറ്റീരിയലാണ്. മറ്റേ വിസ്കോസ് മെറ്റീരിയൽ ഇല്ലേ, നല്ല ടൈപ്പ് ഹൈ ക്വാളിറ്റി വിസ്കോസ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. കാരണം ബ്രാൻഡഡ് ആണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട്. വാൻ ഹുസൈൻ ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ എനിക്കിതിൻ്റെ സ്ലീവാണ് കുറച്ചുകൂടിയും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു മെഗാ സ്ലീവ്. ഈ സ്ലീവിന് എന്താ പറയുക, സാധാരണ ഈ ഷോൾഡറിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയല്ല, ഇങ്ങനെ ജസ്റ്റ് വീണ എടുക്കണ പോലെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ സ്മോക്കി വർക്ക് പോലെ, ഇങ്ങനെ ഫ്രിൽ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കാറ്റൊക്കെ കിട്ടും. അത്യാവശ്യം എന്നാൽ കൈ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൈ ഉണ്ട്, കൈയില്ലാന്ന് ചോദിച്ചാൽ കൈ. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഓവറോൾ ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ആ ഒരു കളർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആ വേസ്റ്റ് പോർഷനിൽ സ്മോക്ക് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേസ്റ്റ് പോർഷനിൽ സ്മോക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നടുക്കിൽ ഫുൾ ബട്ടൺ വരുന്നത് എല്ലാതും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു വേസ്റ്റ് പോർഷൻ വരയ്ക്ക് ഓപ്പണിങ് ഉള്ളൂ കേട്ടോ. അവിടുന്ന് ഇവിടെ ഈ സ്മോക്ക് വർക്കിൻ്റെ അവിടുന്ന് ഇങ്ങനെ അടിയിലേക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ നിലത്ത് ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഓപ്പണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനും അതിനെ ആലോചിക്കുന്നത് ഇതെന്താ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്. ശരിക്കും പറഞ്ഞാലേ എന്താ ഇത് വെറുതെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ ആ ഒരു ബട്ടൺ. പക്ഷേ ഇവിടെ ഫുൾ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കാണുന്നുള്ള അങ്ങനെ ഒരു ടെൻഷൻ. പക്ഷെ ഇട്ട് വന്ന പോലെ ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈ ലെവൽ കംഫർട്ടബിൾ. ഇപ്പോഴത്തെ ആ ഒരു ചൂടിൽ ആ ഒരു ലെവലായിരുന്നു കേട്ടോ. പിന്നെ ബ്രാൻഡഡ് ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ നടക്കുന്ന റേറ്റ് ഒരു 1600 1600 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ
കളർ ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ ഉള്ള കളർ ഭയങ്കര സൂപ്പർ കളറാണ്. ഞാൻ മേടിച്ച സൈസ് ലാർജ് വാൻ ഹുസൈൻ. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ കൂടെ ഒന്നുകൂടിയും ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൽറ്റ് എന്ന് പറയാനായിട്ട് ഇതിൽ ഈ ഒരു ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു ലെതറിൻ്റെ പോലെ, ലെതർ ഒറിജിനൽ അല്ല, ലെതറിൻ്റെ പോലെയുള്ള ഒരു ഡീറ്റെയിലിംഗ് ഇത്ര പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബക്കൽ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള, പെട്ടെന്ന് ഊരാനും പറ്റും, അത്ര വലിയ ടൈറ്റൊന്നും. പിന്നെ ഏതൊരു വേസ്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എത്ര വണ്ണം ഉണ്ടായാലും. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള പോർഷൻ മൊത്തം എലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്ക് ആണ് മേടിച്ചത്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് ഇപ്പോൾ ഈ കളർ വേണമെന്ന് വെച്ചാൽ ഈ കളർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ബെൽറ്റിന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ മേടിച്ചത് ബ്ലാക്കാണ്. ബ്ലാക്ക് എല്ലാത്തിനും ആവശ്യമുള്ള ഒരു കളർ. ഇനി ഇതുപോലെ ഒരു വൈറ്റും കൂടി ഒന്ന് മേടിക്കണം. ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. റേറ്റ് ഒന്നും ഇതിലില്ല, ബ്രാൻഡാണ് ഇത്. റേറ്റ് ഒരു 300 സംതിങ് ആണ് റേറ്റ്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് മൊത്തം മെറ്റലാണ്, ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഒക്കെ സെയിം ആയിരിക്കും. ഈ ഫ്രണ്ടിൽ കാണുന്നതിൻ്റെ ഡിസൈൻ സെയിം ആയിരിക്കും. ഈ ഭാഗം ബ്ലാക്കിന് പകരം കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കളക്ഷൻ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് വേറെയും കുറേ മിനി സ്കേർട്ട് മിനി ഡ്രസ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഒരു ഗ്രേ ഷെയ്ഡ്, അതായിക്കോട്ടെ. ഗ്രേ ഷെയ്ഡ് വെച്ചിട്ട് നോക്കാം നമുക്ക്. ഈ ഒരു ബ്രാൻഡ് AASK. പക്ഷെ ബ്രാൻഡ് വൈസ് നോക്കിയിട്ടല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് മേടിച്ചത്. ഇത് കംഫർട്ടബിൾ നോക്കിയിട്ടാണ് മേടിച്ചത്. പിന്നെ കുറച്ച് സ്റ്റൈൽ ലുക്കാണ്, ഇല്ലാത്തൊരു കളറും കൂടിയാണ്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു മിനി ഡ്രസ്സാണ്. പിന്നെ ചെറിയ ഇങ്ങനെ ഒരു ബൂട്ട വർക്കല്ല, ഒരു സെൽഫ് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇത് തുണിയോട് കൂടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവില്ല. ഒരു ഷിഫോൺ മെറ്റീരിയൽ ഫുൾ ഓവറോൾ ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ അങ്കരക്ക സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലാണ്. നമുക്ക് നടുക്കിക്കൂടെ ഇങ്ങനെ കൈയിട്ട് അപ്പുറത്തേക്ക് കൈ എത്തും. പിന്നെ ഇവിടെ ഒരു ഹുക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ ഒരു ഹുക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെറ്റർണിറ്റി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടിക്ക് പാൽ കൊടുക്കാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയിട്ട് പാലൊക്കെ കൊടുക്കാനായിട്ടുള്ള സൗകര്യം കൂടി ഉണ്ട്. അത് ഭയങ്കര കംഫർട്ടബിളും കൂടിയാണ് കേട്ടോ ഇടുമ്പോൾ. കുട്ടികൾക്കാവുമ്പോൾ ഇപ്പോൾ അമ്മമാർ ഇടുകയാണെങ്കിൽ തന്നെ കുട്ടിക്ക് അങ്ങനെ ഹാർഷ് ആവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതാണ്. പിന്നെ വേസ്റ്റിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബെൽറ്റിൻ്റെ ഡീറ്റെയിലിംഗ് അത് സെയിം തുണിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ സ്ലീവ് വരുന്നത് 3/4 ആണ്. അറ്റത്തെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ പഫി ആയിട്ട്, അപ്പം നന്നായി കാറ്റും കിട്ടും. പിന്നെ ലെങ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഹോളിൽ കാണാൻ പറ്റും ലെങ്ത്തും കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം ഫ്ലയർ ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഫ്ലയറും ഉണ്ട്. പിന്നെ ഉള്ളിൽ ലൈനിങ്ങും ഉണ്ട്. ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. ലൈനിങ് ഇതാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഒരു 10-12 കളേഴ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇത് ഒരു 800 ഇപ്പോൾ നടക്കുന്നത്. ഞാൻ മേടിച്ച സമയത്ത് ഒരു 950 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തുടങ്ങണേക്കാളും മുന്നാണ് മേടിച്ചത്. സെയിൽ തുടങ്ങണേക്കാളും മുന്നേ മേടിച്ചത്. ഇപ്പോൾ സെയിലിന് പറയുമ്പോൾ ഓയ്യോ എല്ലാത്തിലും 50 രൂപ 100 രൂപയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡിസ്കൗണ്ടാണ് നടക്കണം. ചില പ്രോഡക്ട്സിനൊക്കെ എന്ന് പറയുമ്പോൾ പകുതി വില എന്ന് പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുക, അയ്യോ ഇപ്പോൾ മേടിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇനിയും മേടിക്കാൻ ഇനിയും സമയം കിടക്കുന്നു. 7-ാം തീയതി വരെ ഉണ്ട്. പക്ഷേ അതുവരേക്ക് വെയിറ്റ് ചെയ്യേണ്ട. അതുവരേക്ക് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നല്ല കളക്ഷൻസൊക്കെ വേഗം തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം തന്നെ പെട്ടെന്ന് മേടിച്ചോ കേട്ടോ. ഇനി അടുത്തത്
അടുത്തൊരു കളക്ഷൻ ഇതാ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഓവറോൾ എനിക്കിത് ഇട്ടപ്പോൾ ഇത്തിരി വൃത്തിയില്ലാത്ത പോലെ തോന്നി. കാരണം ഇത് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വീനക്ക് ഈ ബ്രസ്റ്റിൻ്റെ അടിയിൽ നിന്നാണ് ഈ ഒരു എലാസ്റ്റിക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലും നമുക്ക് ഈ ടമ്മി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് സൂട്ടാവില്ല. ടമ്മി ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ് ഇത്. തുണി നല്ലതാണ്, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പഫ് സ്ലീവ്, പിന്നെ ചെറുതായിട്ടുള്ളൊരു പഫും പിന്നെ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. സെയിം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്, ചെറിയ ചെറിയ ബൂട്ട വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ച സൈസ് ലാർജാണ്. ഷിഫോൺ ആയതുകൊണ്ട്, ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു നീ ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ കംഫർട്ടബിൾ നോക്കിയിട്ട് മേടിച്ചാൽ മതി. പക്ഷേ ഓവറോൾ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പോൾ ടീനേജുകാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ടമ്മിയുള്ളവരാണെങ്കിൽ അവർക്ക് ഇത് കുറച്ച് ഇപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്നാണ് എലാസ്റ്റിക് വന്നിട്ട് അവിടെ നിന്നല്ല തുടങ്ങണം. അപ്പോൾ ഒന്നുകൂടി കൂടുതൽ തോന്നിക്കും നമുക്ക് ടമ്മി. പിന്നെ എനിക്കിഷ്ടമാണ്. ഞാൻ എന്തായാലും ഇത് എൻ്റെ മോൾക്ക് വയ്ക്കും. ഞാൻ യൂസ് ചെയ്യില്ല എന്ന് മാത്രം. നമുക്കൊക്കെ ചെറിയ ടമ്മിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് പിന്നെ അധികം റേറ്റ് ഒന്നും ഇല്ല. 400 450 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സെയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 500-ന് മുകളിലേക്ക് പോകട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിച്ചോ. കളേഴ്സും ഇഷ്ടംപോലെ ഉണ്ട് ഇതിൽ. ഞാൻ മേടിച്ചത് സ്കൈ ബ്ലൂ. പക്ഷേ ഇപ്പോൾ ഇത് ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടമ്മി കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത്. നമുക്കൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ മേടിക്കുകയാണെങ്കിൽ ടമ്മി അത്ര കൂടെ എടുത്ത് കാണിക്കില്ല കേട്ടോ. ഡാർക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയിൽ നിൽക്കും, ഒതുങ്ങി നിൽക്കും. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഒരു ഫീലിംഗ് തോന്നില്ലല്ലോ. ഇതിൽ നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ഡാർക്കിൽ തന്നെ ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ, ബ്ലാക്ക്, പിന്നെ മെറൂൺ ഷെയ്ഡ്, അങ്ങനെ നല്ല നല്ല ഷെയ്ഡ്. അതൊക്കെ ആ കളേഴ്സൊക്കെ പിന്നെ നമ്മൾ കണ്ടു മടുത്ത കളറല്ല. അപ്പോൾ കുറച്ച് വെറൈറ്റി കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ കളർ പിക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് റാറേ ബ്രാൻഡിൻ്റെ ഇതൊരു മിനി സ്കർട്ട് തന്നെയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു പഫ് പോലെയാണ് കേട്ടോ ആ സ്ലീവ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി കംഫർട്ടബിൾ മെറ്റീരിയലും കൂടിയാണ് ഇത്. ഇവിടെ എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കും ഫ്രണ്ടും എല്ലാതും ഒരേപോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു 3 ടയറാണ്. അടിയിലേക്ക് ഇങ്ങനെ ഫ്രില്ല് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ലാർജാണ് സൈസ്. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇടുമ്പോഴേ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോമൺ കളർ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും പൊക്കോളും. ഇതിലും ഞാൻ ഈ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഫീലിംഗ് തോന്നിയിട്ടാണ്. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യണേക്കാളും ഭേദം നമുക്കിങ്ങനെ ഒരു എലാസ്റ്റിക് ഇങ്ങനെ ബെൽറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആമസോണിൽ. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഊരാനും ഇടാനും ഇതൊക്കെ എല്ലാം സിമ്പിളായിട്ടുള്ളത് അങ്ങനെ നോക്കി മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് റാറേ ബ്രാൻഡിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഹിഡൻ സിബ് വന്നിരിക്കുന്നത്. സൈഡിലാണ് കേട്ടോ ഇതിൻ്റെ ഹിഡൻ സിബ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ലാർജാണ് സൈസ്. ഇതിനും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 500-ൻ്റെ ഉള്ളിൽ ആ ഒരു റേഞ്ച്. ഫസ്റ്റ് വൺ കാണിച്ചത് മാത്രമാണ് റേറ്റ് കൂടുതൽ. പിന്നെ അടുത്ത ഒരു കളക്ഷൻ അടുത്ത കളക്ഷൻ കാണിക്കാൻ മുന്നേ ഞാൻ ഇട്ട കളക്ഷൻ കാണണ്ട. ഇതൊരു മിസ് ചേസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതൊരു പാർട്ടി വെയർ കളക്ഷനാണ് വരുന്നത്. ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിൽ. ഇതിൻ്റെ ഒക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഇത് വൺ സൈഡ് സ്വീക്വൻസും വൺ സൈഡ് പ്ലെയിൻ ആയിട്ട് ബനിയൻ സ്റ്റഫിലാണ്. നമുക്കൊരു ഒക്കേഷന് അങ്ങനെയൊക്കെ പോകാനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിലും ഞാൻ ബെൽറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റേറ്റ് ഒരു 1000 സംതിങ് എത്രയോളം. സെയിം ആ ഒരു മിസ് ചേസ് ബ്രാൻഡിൻ്റെ തന്നെ ഒരു മിനി ഡ്രസ്സ്.
ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ബനിയൻ സ്റ്റഫ് മെറ്റീരിയലാണ് കേട്ടോ. മറ്റേ ഷിഫോണോ ജോർജറ്റ് അല്ലെങ്കിൽ വിസ്കോസോ ഒന്നുമല്ല. ഉഷ്ണിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിലത്തെ യോക്കിലത്തെ വർക്ക് ഉണ്ട്. വർക്കല്ല, ശരിക്കും ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇട്ട് വരുന്ന കാണുമ്പോഴേ. പക്ഷേ എന്നുള്ളത് പിന്നെ പറയാം. സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു പഫ് സ്ലീവോട് കൂടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് സ്ലീവാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സിബ് വരുന്നുണ്ട്. ഫുൾ സിബ് അറ്റം വരെ ഒരു മുക്കാൽ ഭാഗത്തോളം സിബ് വരുന്നുണ്ട്. മുക്കാൽ ഭാഗത്തോളം സിബ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ്, നമുക്ക് ഊരാള ബെൽറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യും. പിന്നെ ഒരു സെമി ഇത് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ടമ്മി ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ തുണി കൂടുതൽ പിടിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബൾജറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടല്ല. അപ്പോൾ ടമ്മി ഉള്ളവരാണെങ്കിൽ അവരിത് മേടിക്കേണ്ട. ടമ്മി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗി, നല്ല ഷേപ്പിൽ കൊടുക്കും. പക്ഷേ ടമ്മി ഉള്ളവരാണെങ്കിൽ ഭയങ്കര വൾഗർ ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല പാറ്റേൺ വൈസ് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ്. മിസ് ചേസ് ബ്രാൻഡിൻ്റെ മിനി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ സമ്മർ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മിനി ഡ്രസ്സ് ആ ഒരു എന്ന് വെച്ചാൽ നീ ലെങ്ത് വരെ ആങ്കിൾ ലെങ്ത് വരെ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ചൂസ് ചെയ്തിട്ട് മേടിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കോമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഹീല് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹീലാണ് ഈ കാണുന്നത്. ബാറ്റ ബ്രാൻഡിൻ്റെ പോയിൻറ്റ് ഹീലാണ്. ഇത് ഏകദേശം എൻ്റെ കയ്യിൽ ഒരു 1.5 കൊല്ലത്തോളമായി ഞാനിത് യൂസ് ചെയ്യണം. അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോരോ ഫങ്ഷനൊക്കെ പോകുമ്പോഴേ. ബാറ്റ ബ്രാൻഡിൻ്റെയാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. ബക്കൽ ടൈപ്പ്. ഞാൻ മേടിച്ച സൈസ് ഇതിൽ 40. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ എന്താ പറയുക, നമ്മളിങ്ങനെ ഹീല് ഒക്കെ യൂസ് ചെയ്യണം, ഒരു പോയിൻറ്റ് ഹീലൊക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ ഇതൊരു 2 ഇഞ്ചെങ്കിലും ഉണ്ടാവും. 2 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഹീല് കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ ബാറ്റ ബ്രാൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ബാറ്റ ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്നതാണ്, ക്വാളിറ്റിയുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇതാണ് ഒരു കളക്ഷൻ. ഇനി ഇതിൽ റേറ്റ് ഒരു 1000, ഞാൻ മേടിച്ച സമയത്ത് ഒരു 1200 1300 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു 900, അത്രയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല റേറ്റ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് 1.5 കൊല്ലം മുന്നേ. അപ്പോൾ അതിലത്തെ റേറ്റാണ് പറയണത് 1300. ഇപ്പോൾ സെയിൽ സമയമല്ലേ, അപ്പോൾ നല്ല ഡിസ്കൗണ്ടിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ലിങ്ക്, അത് കൂടാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഏതിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഏതിൽ ക്ലിക്ക് ചെയ്താലും ആമസോണിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ മൈ ഹോൾ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം, ഞാൻ മേടിച്ച എല്ലാത്തിനും പിക്ചർ വിത്ത് പ്രൈസ് അടക്കം കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും ആമസോൺ സൈറ്റിൽ പോയിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഓർഡർ ചെയ്താൽ മതി. പിന്നെ സെയിൽ നടക്കുന്നുണ്ട് 50 to 80% ആണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് 7th ആണ്, മറക്കണ്ട. 7th വരെയുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു, പകുതിയായി. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണേക്കാളും മുന്നേ വേഗം പർച്ചേസ് ചെയ്തോട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.